വക്കീൽ വന്ന് പോയതേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. സാറേ പ്ലീസ്, ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ദൈവം അവളെ വിടും. അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് പോലുമില്ല. അതിനു മുമ്പ് എങ്ങനെയാ അവളെ വിടുന്നേ? അവളെ തന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുമ്പോ എന്തായിരുന്നു എന്റെ സ്റ്റാൻഡ്? അത് തന്നെ ഇപ്പോഴും. ചോദ്യം ചെയ്യലൊക്കെ കഴിയട്ടെ. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കൊള്ളാം. സാറേ എനിക്ക് അവളെ ഒന്ന് കാണാനെങ്കിലും പറ്റും. പിന്നെന്താ? താങ്ക് യു. ഇതൊരു പരീക്ഷണമാണെന്ന് വിചാരിക്കുക. ഇതോടെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. സോളമ്മ പറഞ്ഞതാ ശരി. എല്ലാം ശരിയായെന്ന് എപ്പോഴൊക്കെ വിചാരിച്ചോ അപ്പോഴൊക്കെ അടുത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വേറൊന്ന്. നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല സോളമ്മ. നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഇതിലും വലിയ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തില്ലേ? നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അങ്ങനെ സ്വയം വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് പോലീസിനെ വിശ്വസിപ്പിക്കാൻ പറ്റൂ. എനിക്ക് ഒന്നും ഓർമ്മയില്ല സോളമ്മ. മങ്ങി മങ്ങി തെളിയുന്ന കുറെ ചിത്രങ്ങള്, മറ്റൊന്നും എന്റെ മനസ്സിലില്ല. അവര് ചോദിച്ചാലും എനിക്ക് ഇത്രേ പറയാൻ പറ്റൂ. മതി, പറയുന്നത് ശരിയാണെന്ന് അവർക്ക് തോന്നുന്നു. വക്കീൽ എന്തു പറഞ്ഞു? കോടതി വെച്ച് കാണാന്ന് പറഞ്ഞു. അപ്പൊ കേസ് എടുക്കോ? എന്നെ റിമാൻഡ് ചെയ്യോ? അതിന് താൻ വല്ല കുറ്റവും ചെയ്യണ്ടേ? വെട്ടിയിട്ടുണ്ടല്ലോ, അതൊരു ക്രൈം അല്ലേ? അത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ സോഫി. അവര് പലതരത്തിൽ ചോദിക്കും. നീ എന്തുത്തരം പറയുന്നു? അത് വളരെ പ്രധാനം. ഒന്ന് നീ മനസ്സിലാക്കിയോ, ഒരു കാരണവശാലും നിന്നെ ഇവിടെ എടുത്താൽ ഞാൻ സമ്മതിക്കില്ല. നാളെ നേരം വെളുത്ത നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്തിറക്കും. അതുവരെ എനിക്ക് പേടിയാവാ സോളമ്മ. ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോയി. സോഫി, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഈ പേടിയാണ് അപകടം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ധൈര്യമായിട്ടിരിക്കുക. ഈ ഒരു രാത്രി കടന്നു കിട്ടിയാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ മതി മതി, ഇതേ അസമയോ? സാറേ, അവക്കൊന്നും ഓർമ്മയില്ലെന്നാ പറയുന്നത്. അതൊക്കെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലായിക്കൊള്ളാം. സോളമൻ തൽക്കാലം ഇപ്പൊ പോവും. പോ സോളമാ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ നമ്മൾ ചെയ്തു. അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എത്ര ചോദ്യം ചെയ്താലും അറിയാവുന്നല്ലേ സോഫിക്ക് പറയാൻ പറ്റൂ. ഈ പ്രഹസനം വേഗം പോലീസ് അവസാനിപ്പിക്കും. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവും സംഭവിക്കില്ല. എനിക്കറിയാം അമ്മ, അതല്ല എന്റെ പേടി. അവള് ഈ ഒരു രാത്രി എങ്ങനെ തരണം ചെയ്യുന്ന പഴയ ധൈര്യവും നമുക്കിപ്പോ ഇല്ല.
ആകെ പതറിയമോട്ട. ഞാനൊരു കാര്യം ചോദിച്ചാ എന്റെ മോ സത്യം പറയൂ. ജെയിംസിന് എന്തു പറ്റിക്കാണോന്നാ നീ കരുതുന്നത്? മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ? അവൻ ജീവനോടെ കാണും, അല്ലെങ്കിൽ ബോഡി കിട്ടണ്ടേ. ബോഡിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവൻ എന്തു പറ്റിക്കാണും? അവൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല അമ്മ. അങ്ങനെ കരുതിയ സോഫിയെ ജെയിംസ് മരിച്ചു എന്ന് വന്നാൽ അതിനൊറ്റ അർത്ഥേ ഉള്ളൂ, കൊന്ന സോഫിയാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അവൻ എവിടെ ജീവനോടെ ഇരിപ്പുണ്ട്, ഉറപ്പാ. ചിലപ്പോ നമ്മളൊക്കെ പറ്റിക്കാൻ വേണ്ടി ജെയിംസിന് അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. കാണാതായ പോലീസ് അന്വേഷണം ഉണ്ടാവുന്ന എന്തായാലും അറിയാം. അതുണ്ടായിക്കോട്ടെ എന്ന് കരുതി മാറി നിൽക്കുന്നതാണെങ്കിലോ അതിനാ സാധ്യത കൂടുതല്. സഹോദരിയെ കൊണ്ട് ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുപ്പിച്ചത് പോലും ചിലപ്പോ ജെയിംസ് ആയിരിക്കും. എന്തായാലും സത്യം എന്താണെന്ന് നാളെ രാവിലെ അറിയാലോ. റീസ പറഞ്ഞതുപോലെ ആയാ മതിയായിരുന്നു. അങ്ങനെയാവണമെന്ന ഇപ്പോഴെന്റെ പ്രാർത്ഥന. നിങ്ങൾ കിടക്കാൻ നോക്ക്, എല്ലാം കർത്താവിന് വിട്ടുകൊടുക്ക്. കർത്താവ് ചെയ്തോളും എന്താ വേണ്ടെന്ന് വെച്ചാ. എത്ര പെട്ടെന്ന് ആന്റി ബോൾഡായത്. സോഫിയെ പോലീസ് കൊണ്ടുപോകുമ്പോഴുള്ള ആളെയല്ല ഇപ്പൊ ആകെ മാറി. ആന്റി പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ജെയിംസിനെ സോഫിക്ക് വേണമെങ്കിൽ കൊല്ലാൻ പറ്റും. പക്ഷെ നമ്മളിന്ന് പറഞ്ഞതുപോലെ എന്തായാലും ഒറ്റയ്ക്ക് ആ ബോഡി മറവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജോസോട്ട് ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എവിടെയും സൈൻ ചെയ്യും. ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി പറഞ്ഞ നമുക്ക് ഈ ചടങ്ങ് വേഗം അങ്ങ് അവസാനിപ്പിക്കാം. നീട്ടിക്കൊണ്ടുപോയ അതിന്റെ ദോഷം നിനക്ക് തന്നെയാ. പറ, എന്താ ജെയിംസിന് സംഭവിച്ചത്? എനിക്കറിയില്ല, ഓർമ്മയില്ല. ജെയിംസിനെ വെട്ടിയെന്ന് നീ സമ്മതിക്കുന്നുണ്ടോ? നിന്നോടാ ചോദിച്ചത്. പിന്നെ അവൻ എന്താ സംഭവിച്ചത്? അത് ഓർത്തു നോക്ക്. വെട്ടുകൊണ്ട ജെയിംസ് പകയോടെ നിന്റെ അടുത്തേക്ക് വന്നു. അപ്പോ നീ വീണ്ടും വെട്ടി. വെട്ടുകൊണ്ട ജെയിംസ് വീണു അല്ലേ? അല്ല, അങ്ങനെയല്ല. എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ വെച്ചേക്കില്ല. സർ, സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല. ജെയിംസിനെ വെട്ടിയെന്നുള്ളത് നേരാ. കൊല്ലണമെന്ന് കരുതി തന്നെ വെട്ടിയത്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല. ജെയിംസിന്റെ മൃതദേഹം കിട്ടിയേ തീരൂ. നീ അത് എവിടെ കൊണ്ടുപോയാ ഒളിപ്പിച്ചത്? മൃതദേഹോ? അതിന് ജെയിംസ് മരിച്ചോ? മരിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയി? എനിക്കറിയില്ല സർ, എന്നോടൊന്നും ചോദിക്കരുത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് നീ വെറുതെ പറയുന്നതാ. ഓർമ്മയില്ലാത്ത പോലെ അഭിനയിച്ചാ ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയണ്ടല്ലോ. നിനക്ക് രക്ഷയില്ല മോളെ. ഈ കേസില് നിന്നെ ഞാൻ പൂട്ടും. സർ, ഞാൻ നിരപരാധിയാ. എന്റെ ജീവിതം തകർക്കാൻ നോക്കിയവനാ ജെയിംസ്. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ. അയാളെ ഇല്ലാതാക്കണമെന്ന് ഏതൊരു പെണ്ണിനെ പോലെ ഞാനും ആഗ്രഹിച്ചു. അതിനുവേണ്ടി തന്നെയാ അയാളെ കൊണ്ട് ഞാൻ അവിടെ ചെന്നത്. പക്ഷെ എന്റെ വെട്ടുകൊണ്ട് അയാൾ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മരിച്ചെങ്കിൽ ആ ബോഡി എവിടെ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ബോഡി എവിടെ? നീ അത് പറയും. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. സർ, എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാനത് പറഞ്ഞേനെ.
ജെയിംസിനെ കൊന്ന് ജയിലിൽ പോകാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്നെ പോലുള്ള സ്ത്രീകളെ ഇനി അവൻ ഉപദ്രവിക്കില്ലല്ലോ. പക്ഷെ പക്ഷെ ഞാൻ ഒന്നും ഓർക്കുന്നില്ല. സത്യമാണോ നീ പറയുന്നത്? ഓർക്കുന്നില്ലേ? ഇല്ല, ഒന്നും ഒന്നും. ശരി, ഓർക്കണ്ട. നിന്റെ ഒരു അനുമാനത്തില് അവൻ എന്ത് സംഭവിച്ചിരിക്കാനാണ് സാധ്യത? നിന്നോടാ ചോദിച്ചത്. അവൻ എന്ത് പറ്റിക്കാണും? അറിയില്ല സർ. അതും അറിയത്തില്ല? ശരി, അറിയാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ ദേ വേണ്ട, ഞാൻ വന്നിട്ട് കുടിക്കാം. എങ്ങോട്ടാ? ഞാനൊന്ന് വക്കീലിനെ കണ്ടിട്ട് വരട്ടെ. ഒരു വാർത്ത ഞാൻ കേട്ടു. സോഫിയുടെ മനസ്സിലെന്താന്നറിയാൻ പോലീസ് മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ പോണത്രേ. അയാള് സോഫിയുടെ ഉപബോധ മനസ്സുമായിട്ട് സംസാരിക്കും. എന്നിട്ട് സോഫി പോലും മറന്നുപോയ സത്യങ്ങൾ പുറത്തെടുക്കാൻ പോവാ. ഇതാരാ നിന്നോട് പറഞ്ഞത്? ആ ജെയിംസിന്റെ സിസ്റ്റർ. അവരെ ഞാൻ പള്ളി വെച്ച് കണ്ടിരുന്നു. അവര് വലിയ ഉത്സാഹത്തില. ജെയിംസ് ജീവിച്ചിരിപ്പില്ലാന്ന് കേൾക്കാൻ അവർക്ക് താല്പര്യം തോന്നുന്നു. ആ എന്നാലല്ലേ സ്വത്ത് കിട്ടൂ. ഈ സൈക്കാട്രിസ്റ്റ് വരുന്നത് അത് ഗുണമായിരിക്കോ ദോഷമായിരിക്കോ? അത് റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും. സോഫിയുടെ ഉപബോധ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതിന്റെ സത്യാവസ്ഥയായിരിക്കും അവർ പുറത്തു കൊണ്ടുവരുന്നത്. പേടിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കണക്കിന് ഇത് നന്നായി. ഇതോടെ ഈ കേസ് അവസാനിക്കുമല്ലോ. അവളെ പെടുത്താനാണ് ആ എസ്ഐയുടെ ശ്രമമെങ്കിലോ? അതിനവർ ശ്രമിക്കൂ. ശ്രമിച്ചാലും കോടതിയിൽ അവര് വിജയിക്കാനൊന്നും പോകുന്നില്ല. അവര് സാഹസത്തിനൊന്നും മുതിരില്ലെന്നാ എനിക്ക് തോന്നുന്നത്. സത്യം എന്താണെന്നറിയാൻ ചിലപ്പോ അവര് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവരുന്നത്. സോഫിയുടെ പെർമിഷൻ ഇല്ലാതെ സൈക്കാട്രിസ്റ്റിന് എന്തായാലും അവളെ പരിശോധിക്കാൻ പറ്റില്ല. സോഫി സമ്മതിച്ചു എന്നാ ഞാൻ അറിഞ്ഞത്. സമ്മതിക്കാതിരുന്ന ഒരു പക്ഷെ സംശയത്തിനിടയായില്ലേ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവള് ശരിയെന്ന് പറഞ്ഞത്. ജോസൂട്ടി എന്തിനാ പേടിക്കുന്നത്? സത്യം പുറത്തു വരുന്നതോടെ എല്ലാം അവസാനിക്കുമല്ലോ, ഈ കേസും അന്വേഷണവും ഒക്കെ. അത് ശരിയാ. ആ തലവേദന ഇതോടെ തരുമെങ്കിൽ അതല്ലേ നല്ലത്. എന്റെ പേടിയതല്ല മുമ്പ്. സൈക്കാട്രിസ്റ്റ് സോഫിയെ പരിശോധിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത, ഒരുപക്ഷെ സോഫിക്ക് പോലും അറിയാത്ത രഹസ്യങ്ങളാണ് പുറത്തു വരുന്നതെങ്കിലും. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അങ്ങനെ എന്ത് രഹസ്യം ഉണ്ടാവുന്ന നീ പറയുന്നേ? മർഡർ നടന്നു എന്നാണ് ജോസൂട്ടി പറയുന്നത്. അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റും? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എത്ര ഭ്രാന്തമായിരുന്ന അവസ്ഥയിലായിരുന്നു സോഫിയുടെ മനസ്സെന്ന് പറഞ്ഞാലും ജെയിംസിനെ പോലൊരാളെ തല്ലി വീഴ്ത്താൻ സോഫിക്ക് പറ്റില്ല. ഇനി വീഴ്ത്തിയാലും ബോഡി അവിടെ നിന്ന് എടുത്തു മാറ്റാൻ എന്തായാലും പറ്റില്ല. ഇനി എന്തായാലും അധിക നേരമൊന്നും കാത്തിരിക്കണ്ടല്ലോ. സൈക്കാട്രിസ്റ്റ് വരട്ടെ, സത്യം എന്താന്ന് കണ്ടുപിടിക്കട്ടെ. അതെ, അതാ ഞാനും ആഗ്രഹിക്കുന്നത്. സത്യം പുറത്തു വരട്ടെ. ഇതൊരു മെഡിക്കൽ പ്രോസസ്സാണ്. സോഫി തയ്യാറല്ലേ? തയ്യാറാണ്. സംഭവിച്ചത് എന്താണെന്നറിയാൻ എനിക്കും താല്പര്യമുണ്ട്. സർ, നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കൂ. ഓക്കെ, വാ. സോഫി അല്ലേ? അതെ. ഇപ്പോ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാവും. ഭർത്താവ്, വീട്, അങ്ങനെ പലതും. അതെ. ആ ചിന്തകളൊക്കെ ഞാൻ ഒന്നൊന്നായി എടുത്തു കളയാൻ പോവുക. എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കണം. റെഡിയല്ലേ? റെഡിയാണ്. ദേ ഇവിടേക്കൊന്ന് നോക്കിയേ. മനസ്സിപ്പോ അലകളില്ലാത്ത സമുദ്രം പോലെ ശാന്തമാണ്. ചിന്തകളില്ല, അസ്വസ്ഥതകളില്ല.
ശാന്തം അല്ലേ? സോഫിക്കിപ്പോ എന്ത് കാണാം? ഒന്നും കാണാൻ വയ്യ. ശ്രദ്ധിച്ചു നോക്കൂ. ജെയിംസിനെ കാണാൻ പറ്റുന്നില്ലേ? ജെയിംസ് എന്താ ചെയ്യുന്നേ? ഞങ്ങള് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട്? സോഫി, എങ്ങോട്ടാ പോകുന്നേ? ആ സ്ഥലത്തേക്ക്. എന്നെ ജെയിംസ് നശിപ്പിച്ച അതേ സ്ഥലത്തേക്ക്. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ജെയിംസിന് കൊല്ലാൻ. എന്നെ നശിപ്പിച്ചിട്ട് അവനങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. അവനെ ഞാൻ കൊല്ലും. എന്നിട്ട് ഞാനും ചാവും. അതിന് സോഫിക്ക് സാധിക്കുമോ? ജെയിംസ് ശക്തനാണ്. അവനെ ഞാൻ കൊല്ലും. എന്റെ കയ്യില് വാക്കത്തിയുണ്ട്. ആരും അറിയാതെ ഞാനത് ബാഗിൽ വെച്ചിരിക്കുക. എന്നെയും കൊണ്ട് ബാംഗ്ലൂര് പോവാനോ? ജെയിംസിന്റെ പ്ലാൻ. അവൻ പോവാൻ പോകുന്നത് നേരെ സെമിത്തേരിയിലേക്കാ. അവന്റെ ഇപ്പൊ എവിടെ എത്തി? സ്ഥലം എത്തി. എവിടെ എത്തി സോഫി? എവിടെ? സ്ഥലത്തെത്തി. ജെയിംസിന് ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ? അയാൾ വിചാരിക്കുന്നത് ഇനിയുള്ള കാലം ഞാൻ അയാളുടെ കൂടെ ജീവിക്കുന്നോ? അങ്ങനെ ഞാൻ ചെയ്യോ? ജീവിക്കുന്നെങ്കിൽ സോളമനൊപ്പം, അല്ലാതൊരു ജീവിതം എനിക്ക് വേണ്ട. ജെയിംസ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? വരുന്നുണ്ട്.
ഇതെടുത്തു. സോഫി, പറയൂ സോഫി. എന്നിട്ട് ജെയിംസ് മരിച്ചത് തന്നെയാ. കൊന്നത് വേറെ ആരുമല്ല, സോഫി തന്നെ. എന്നിട്ട് ആ ബോഡി അവൾ എന്ത് ചെയ്തു? വലിച്ചോണ്ട് പോയി കുറേ ദൂരം. പിന്നെ കാട്ടിലെവിടെയെങ്കിലും ഉപേക്ഷിച്ച് കാണും. നിങ്ങൾ വ്യക്തമായിട്ട് ആ സ്ഥലം ഒന്ന് സെർച്ച് ചെയ്യ്. എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. ഞങ്ങൾ പരിശോധിച്ചതാ, ഒന്നും കിട്ടിയില്ല. സോഫി നുണ പറയും, പക്ഷേ സോഫിയുടെ മനസ്സിന് നുണ പറയാൻ പറ്റില്ല. അവള് തന്നെയാ ബോഡി അവിടെ നിന്ന് മാറ്റിയത്. ഒറ്റയ്ക്കോ? അതെ, ഒറ്റയ്ക്ക്. ശരിക്കും ഭ്രാന്തമായ ഒരു അവസ്ഥയിലായിരുന്നു അവളുടെ മനസ്സാ സമയത്ത്. അറിയാലോ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അമാനുഷികമായ ഒരു ശക്തി കിട്ടും. അങ്ങനെ കിട്ടിയതായിരിക്കണം അവൾക്ക് ആ കരുത്ത്. എന്തായാലും മർഡർ നടന്നു എന്നുള്ളത് ഉറപ്പാ. ചെയ്തത് വേറെ ആരുമല്ല, സോഫി തന്നെ. സഹായത്തിന് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. എല്ലാം ക്ലിയറാ. പക്ഷേ ആ ബോഡി, അതിലാ എനിക്ക് സംശയം. സാർ, എനിക്കൊരു ഡൗട്ടുണ്ട്. പറയൂ. കാട്ടിനുള്ളിൽ കുറച്ചു പോയ ഒരു വെള്ളച്ചാട്ടമുണ്ട്. സോഫി ഒരുപക്ഷെ ആ ബോഡി ആ വെള്ളച്ചാട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണെങ്കിലോ? യെസ്, അതിനും സാധ്യതയുണ്ട്. ഞങ്ങൾ അത്രേ ആലോചിച്ചിരുന്നില്ല. ഇനി ആലോചിക്കാലോ. അപ്പൊ അറസ്റ്റ് രേഖപ്പെടുത്താം അല്ലേ? ഒരു സംശയവും വേണ്ട, രേഖപ്പെടുത്താം. ശരി. ഓക്കെ.